ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനു. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KCB വൈദ്യുത നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഉത്തരവ് പ്രകാരമാണ് ഈ പുതിയ ഇളവ്. 2025 മെയ് മുതൽ ഈ ഇളവ് ബാധകമാകും. വീടുകളിലെ പ്രതിമാസ ഉപഭോഗത്തിന്റെ ആദ്യ 100 യൂണിറ്റ് ഉപഭോഗം വരെ പ്രതി യൂണിറ്റിന് ₹1.50 എന്ന നിരക്കിലാണ് താരിഫ് ഉത്തരപ്രകാരം നൽകേണ്ടി വരിക. അതായത് ആദ്യ യൂണിറ്റിന് 100-ൽ ₹1.50 കണക്കിൽ ₹150. 100 യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് താരിഫ് സ്ലാബ് പ്രകാരമുള്ള നിരക്ക് ബാധകമാകും. ഉദാഹരണം, പ്രതിമാസം 157 യൂണിറ്റ് കറണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യൂണിറ്റിന് ₹1.50 നിരക്കിൽ 100 യൂണിറ്റിന് ₹150, ബാക്കി വരുന്ന 57 യൂണിറ്റിന് ₹5.50 നിരക്കിലും കണക്കിലും ബാധകമായിരിക്കും ബില്ല്. ഈ താരിഫ് പ്രകാരം ആർക്കൊക്കെയാണ് ഇത് ലഭ്യമാകുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം, ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകൾക്കാണ് ഈ ഇളവ് KCB ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ആർക്കെല്ലാം ലഭ്യമാകും? 40% അതിലധികമോ സ്ഥിരമായ ഭിന്നശേഷിയുള്ളവരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകളിൽ 2000 വാട്ടോ അതിൽ താഴെയുള്ള കണക്റ്റഡ് ലോഡുള്ള BPL കുടുംബാംഗങ്ങൾക്കാണ് ഇത് ലഭ്യമാകുക. നിങ്ങളൊരു BPL കുടുംബാംഗം അല്ലെങ്കിലും നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാം. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നുണ്ട്. അതിനായി വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഈ അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനു വേണ്ട രേഖകളുമായി നേരെ നിങ്ങളുടെ KCB ഓഫീസിൽ ചെല്ലുക. അത് ഉടൻ തന്നെ ശരിയാക്കി കിട്ടുന്നതാണ്. വേണ്ട രേഖകൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഉപഭോക്താവിൻ്റെ അപേക്ഷയാണ്. 2, ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തി ഉപഭോക്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രേഖ. ഇതിനായി റേഷൻ കാർഡിൻ്റെ കോപ്പിയോ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. അടുത്തതായി, ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തിയുടെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ എങ്കിൽ മുകളിൽ പറഞ്ഞ രേഖയുടെ ആവശ്യമില്ല. ഭിന്നശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ 40% അതിലധികമോ സ്ഥിരമായ വൈകല്യമുള്ള അല്ലെങ്കിൽ വൈകല്യം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ക്യാൻസർ രോഗി എങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ ക്യാൻസർ ട്രീറ്റ് കേന്ദ്രത്തിൻ്റെ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളൊരു BPL ഉപഭോക്താവാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നിങ്ങളൊരു BPL ഉപഭോക്താവ് അല്ലെങ്കിൽ വാർഷിക വരുമാനം 50,000 രൂപയിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ രേഖകളുമായി KCBയുടെ ഓഫീസിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഉപഭോക്താവിൻ്റെ കണക്റ്റഡ് ലോഡ് 2 കിലോവാട്ടിന് മുകളിലല്ല എന്ന് ഉറപ്പുവരുത്തും. ആയതിനു ശേഷം ബില്ലിംഗ് സോഫ്റ്റ്വെയർ സെക്ഷൻ ഇനിഷ്യേറ്റ് ആയി ഉപഭോക്താവിൻ്റെ പർപ്പസ് ഡൊമസ്റ്റിക് ക്യാൻസർ അല്ലെങ്കിൽ ഡിസേബിൾഡ് എന്നാക്കി മാറ്റും. തുടർന്ന് വരുന്ന ബില്ലുകളിൽ ഉപഭോക്താവിന് ഇളവ് ലഭിച്ചു തുടങ്ങും. നിങ്ങളൊരു അപേക്ഷയുമായി ഈ സർട്ടിഫിക്കറ്റൊക്കെ സഹിതം നിങ്ങളുടെ സെക്ഷൻ ഓഫീസിൽ ബില്ലിംഗ് സെക്ഷനിൽ എത്തേണ്ടതാണ്. ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിന് നടപടി ആയി തീരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.